പ്രഭാതത്തിന്റെ ആദ്യ സ്വർണ്ണകിരണങ്ങൾ പടരുമ്പോൾ കണിക്കൊന്ന പൂക്കൾ മഞ്ഞ നിറത്തിൽ ചിരിക്കുന്നു. പച്ച നെൽവയലുകൾക്ക് മുകളിൽ മഞ്ഞ പൊതിഞ്ഞു നിൽക്കുന്നു. കാറ്റിൽ തേങ്ങോലകൾ മന്ത്രിക്കുന്നു. വിഷു വരുന്നു. വീട്ടിന്റെ ഹൃദയത്തിലേക്ക് ഓർമ്മകളുടെ സ്വർണ്ണ വെളിച്ചം പടരുന്നു. സുഹൃത്തെ, പ്രഭാതത്തിന്റെ ആദ്യത്തെ സ്വർണ്ണ നിറം പടരുമ്പോൾ നമ്മുടെ വീടിനുള്ളിൽ ഒരു മാന്ത്രികത ഉണരുന്നു. കണിക്കൊന്ന പൂക്കളുടെ മഞ്ഞ നിറം, മണിയുടെ മൃദുവായ ശബ്ദം, നിലവിളക്കിന്റെ മഞ്ഞ വെളിച്ചം. ഇതാണ് വിഷു. ഇതാണ് വീടിന്റെ ഓർമ്മകളുടെ തുടക്കം. അമ്മയുടെ കൈകൾ മൃദുവായി അരക്കല്ലിൽ അരി പൊടിക്കുന്നു. വെള്ള നിറമുള്ള മാവ് പച്ചിലയിൽ പടരുന്നു. പിന്നെ സ്വർണ്ണ നിറമുള്ള ശർക്കരയും പുതിയ തേങ്ങയും നടുക്ക് വീഴുന്നു. ഓരോ മടക്കളിലും ഒരു കഥ പറയുന്നു, വീടിന്റെ കഥ. അപ്പച്ചെമ്പിൽ നിന്ന് ഉയരുന്ന ആവാവി, തീയുടെ ചൂടും ഇലയുടെ മണവും ശർക്കരയുടെ മധുരവും എല്ലാം ഒരുമിച്ച് ഒരു മന്ത്രമായി മാറുന്നു. ആദ്യത്തെ കടി, ചൂടോടെ മധുരമായി അമ്മയുടെ സ്നേഹം നിറഞ്ഞൊരു കടി. അത് വെറും അടയല്ല, അത് നമ്മുടെ കുട്ടിക്കാലത്തിലേക്കുള്ള ഒരു സ്വർണ്ണ പാലമാണ്. വിഷു വരുമ്പോൾ ഓർക്കുക, ഭക്ഷണം മാത്രമല്ല, അത് ഓർമ്മകളാണ്. വീടിന്റെ ഗന്ധം, അമ്മയുടെ കൈകളുടെ ചൂട്, കുട്ടിക്കാലത്തിന്റെ മധുരം. വീടിന്റെ രുചി നമ്മുടെ ഏറ്റവും മനോഹരമായ ടൈം മെഷീനാണ്. സുഹൃത്തെ, പ്രഭാതത്തിന്റെ ആദ്യത്തെ സ്വർണ്ണ നിറം പടരുമ്പോൾ നമ്മുടെ വീടിനുള്ളിൽ ഒരു മാന്ത്രികത ഉണരുന്നു.